ഹലോ ഫ്രണ്ട്സ്, സാധാരണ നമ്മൾ കിഴി പൊറോട്ട, ദം പൊറോട്ടയൊക്കെ കഴിച്ചിട്ടില്ലേ? ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള റോൾ പൊറോട്ടയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ? അതിനുവേണ്ടി നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു വാട്ടിയ വാഴയിലയുടെ പീസാണ്. അത് നമുക്കൊരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നല്ല ചൂടായിട്ടുള്ള ഒരു പൊറോട്ട ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി നമുക്ക് കുറച്ച് ബീഫ് കറി ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെറുതായി മുറിച്ച് കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം. ചെറുതായി മുറിച്ച കുറച്ച് തക്കാളിയുടെ പീസ് എടുത്തിട്ടുണ്ട്. അതും നമുക്കിതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം. ചെറുതായി മുറിച്ച മല്ലിയില എടുത്തിട്ടുണ്ട്. അതും നമുക്കിതിൻ്റെ മുകളിലായി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പീസ് ചിക്കൻ ഫ്രൈ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് നല്ലൊരു പഴംപൊരി വെച്ച് കൊടുക്കാം. നല്ല ചൂടായിട്ടുള്ള മട്ടൻ കറിയിൽ നിന്ന് 1 സ്പൂൺ നമുക്കിതിൻ്റെ മുകളിലായി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നമുക്കിതിൻ്റെ മുകളിലായി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് കാഷ്യൂ നട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്കിതിൻ്റെ മുകളിലായി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. വാഴയിലൊന്നും പൊട്ടിപ്പോകാതെ നമുക്കിത് നന്നായി റോൾ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു വാഴനാര് കൊണ്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. നമുക്കിനി ഒരു ചൂടായ പാനിൽ നന്നായി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ റോൾ ചെയ്ത പൊറോട്ട ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കാം. ഞാൻ 2 പൊറോട്ട റോൾ ചെയ്തിട്ടുണ്ട്. അത് 2 ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോ റോൾ പൊറോട്ടയായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനി തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ചൂടായിട്ടുള്ള റോൾ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് കറിയും നല്ല സ്വീറ്റ് ആയിട്ടുള്ള പഴംപൊരിയും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.